സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ്. കൊച്ചിയിൽ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായതോടെ പലയിടത്തും ഗതാഗതം സ്തംഭിച്ചു. ആലപ്പുഴയിൽ ദേശീയപാതയിൽ കായംകുളത്ത് KPSCക്ക് സമീപം നിരവധി വീടുകളിൽ വെള്ളം കയറി. തിരുവനന്തപുരം നെടുമങ്ങാട് വെമ്പായം റോഡിൽ വീടുകളിൽ വെള്ളം കയറി. അലി അക്ബർ ഷാ നമ്മോടൊപ്പം വിശദാംശങ്ങളുമായി. അലി, ഇപ്പോൾ കൊച്ചിയിലെ സ്ഥിതി എന്താണ്? നികേഷ്, രാവിലെ മുതൽ പെയ്യുന്ന കനത്ത മഴ തുടരുകയാണ്. ഇപ്പോൾ ചെറിയൊരു ശക്തി കുറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ നിൽക്കുന്നത് വൈറ്റിലയിലാണ്. വൈറ്റിലയിലെ മേജർ റോഡ് ലൈനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. മുട്ടൊപ്പം വെള്ളമുണ്ട്. ഇവിടെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നുണ്ട്. വാഹനങ്ങളൊക്കെ അല്പസമയം മുമ്പ് വഴിക്കാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. സൈലൻസറിൽ ഉൾപ്പെടെ വെള്ളം കയറി വാഹനങ്ങൾ ഓഫ് ആവുന്ന സാഹചര്യവും ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഇവിടെ ഒരു വീട്ടിലേക്ക് വെള്ളം കയറിയതാണ്. ഇത്തരത്തിൽ പല വീടുകളിലേക്കും വെള്ളം കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പ്രദേശത്ത് വലിയ രീതിയിൽ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. ഹോസ്റ്റലുകൾ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന സ്ഥലമാണ്. ജോലിക്ക് പോകേണ്ട ആളുകളൊക്കെ വലിയ രീതിയിൽ പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വാഹനങ്ങൾ കടന്നു വരുന്ന വഴികളിൽ കുഴികൾ വ്യക്തമാകുന്നില്ല. പല ഭാഗങ്ങളിലും ചെറിയ രീതിയിലുള്ള കുഴികളുണ്ട്. അതുകൊണ്ട് തന്നെ ടൂ വീലറുകൾ രാവിലെ ചെറിയ രീതിയിലുള്ള അപകടത്തിൽപ്പെടുന്ന സാഹചര്യങ്ങൾ ഉൾപ്പെടെ ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ പ്രദേശം ആകെ വിജനമായി കിടക്കുകയാണ്. കാരണം ആളുകളൊന്നും പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഹോസ്റ്റലുകളിലും വീടുകളിലും തുടരുന്ന സാഹചര്യമുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന മേജർ റോഡിന് സമാന്തരമായി തന്നെ തൊട്ടപ്പുറത്ത് പല പല ലൈനുകളിലായി നിരവധിയായ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിന് തൊട്ടപ്പുറത്ത് ജനതാ റോഡാണ്. അതിന് തൊട്ടപ്പുറത്ത് ടോക്കസ് റോഡ്. അത്തരത്തിൽ വിവിധ ലൈനുകളിലായി നിരവധിയായ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ ഹോസ്റ്റലുകളും എല്ലാം പ്രവർത്തിക്കുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ മഴ ശക്തി കുറഞ്ഞിട്ട് ഏകദേശം 1 മണിക്കൂറോളം ആവുകയാണ് ഈ ഭാഗത്ത്. പക്ഷെ ഇപ്പോഴും ഈ വലിയ വെള്ളക്കെട്ട് ഒഴുകിപ്പോകാതെ തുടരുന്നത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഈ പ്രദേശത്തുള്ള ആളുകളെല്ലാം തന്നെ ഈ വാഹനങ്ങൾ കടന്നു വരുമ്പോൾ വലിയ വാഹനങ്ങളൊക്കെ വരുമ്പോൾ ഈ വെള്ളക്കെട്ടിൽ നിന്നും വെള്ളം വീടുകളിലേക്ക് കയറുന്നതിനാൽ ഇതിന്റെ തുടക്കത്തിൽ ഈ ലൈനിന്റെ തുടക്കത്തിൽ കയറുകെട്ടി വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന സാഹചര്യം ഉൾപ്പെടെയുണ്ട്. അത്തരത്തിൽ വലിയ പ്രതിസന്ധിയിൽ തന്നെ തുടരുകയാണ്. ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ മഴ നിന്നിട്ടും ഈ വെള്ളക്കെട്ടുകൾ ഒഴുകിപ്പോകാതെ തുടരുന്നതാണ്. സമാനമായ രീതിയിൽ തന്നെയാണ് കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളിലെ അവസ്ഥ. പല ഭാഗങ്ങളിലും നഗരപ്രദേശങ്ങളിൽ ഉൾപ്പെടെ പ്രധാന റോഡുകളിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ഈ വെള്ളക്കെട്ട് ഒഴുകിപ്പോകാതെ തുടരുകയാണ്. മഴ ഈ രീതിയിൽ നിന്ന് പെയ്യുകയാണെങ്കിൽ ഈ പനമ്പള്ളി നഗറിലെ പേരണ്ടൂർ കനാൽ ഉൾപ്പെടെയുള്ള വിവിധ കനാലുകളിലെ മലിനജലം കൂടി ഈ ഇങ്ങോട്ട് കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് തുടരുകയാണ്. മഴ നിന്നിട്ടും ഇപ്പോഴും വെള്ളം ഒഴുകിപ്പോകാത്ത വിധത്തിൽ നഗരങ്ങളിൽ കെട്ടിക്കിടക്കുകയാണ്. PT മുഹമ്മദ് ജസീം നമ്മോടൊപ്പം. ജസീം ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? എന്താണ് സ്ഥിതി? നികേഷ്, ഞാനിപ്പോൾ നിൽക്കുന്നത് വാഴക്കാല, കാക്കനാട് അടുത്തുള്ള വാഴക്കാല എന്ന സ്ഥലത്താണ്. ഇവിടെ വലിയ ബ്ലോക്കാണ്. ഈ ഒരു മഴ കാരണം ഗതാഗതം ഒരു തടസ്സപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത്. ഈ ഭാഗങ്ങളിൽ തന്നെ പലയിടത്തും പല തോടുകളും കരകവിഞ്ഞ് ഒഴുകിയത് മൂലമുണ്ടായ ബ്ലോക്ക് കാരണമാണ് പലയിടത്തേക്കും വെള്ളം കയറിപ്പോകുന്നു. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾക്ക് ഒരിക്കലും സഞ്ചരിക്കാൻ പോലും ആകാത്ത ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ ഒരു ഭാഗത്തുള്ള ഈ വാഴക്കാലയുള്ള ഒരു മാർക്കറ്റ്, അത് ഒരു മീൻ മാർക്കറ്റ്, ഇത് വെള്ളത്തിൽ മുങ്ങിയ ഒരു സാഹചര്യമാണ്. അരപ്പൊക്കത്തോളം ദൃശ്യം കാണാം. വലിയ രൂക്ഷമായ സ്ഥിതിയാണ്. അവിടെ വെള്ളം കയറിയിട്ടുണ്ട്. ഇവിടെ ഇന്നിപ്പോൾ കച്ചവടം ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ രീതിയിൽ ഒരു വെള്ളം ഉയർന്നു തുടങ്ങിയിട്ടുള്ളത്. ചേട്ടാ, എങ്ങനെ വെള്ളക്കെട്ടിനുള്ള കാരണം? ഇതിപ്പോ ഈ തോട് കയ്യേറിയേക്കുന്നതും മറ്റുള്ള കാര്യങ്ങളും കൊണ്ടാണ് വെള്ളപ്പെട്ട് വന്നത്. അതുപോലെ അത് ഇവിടെ ഇപ്പൊ ഈ മെട്രോയുടെ ഭാഗമായിട്ട് ഇത് പണിതിട്ടുണ്ട്. അതിന്റെ അത് വെള്ളം പോണില്ല. അതാണ് മെയിനായിട്ട് വെള്ളം കയറാനുള്ള കാരണം. ചെറിയ ഗ്യാപ്പുള്ളൂ. ചെറിയൊരു ഗ്യാപ്പിൽ കൂടിയാണ് ഇപ്പൊ വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം, അങ്ങോട്ട് വീഡിയോ കാണിച്ചാൽ കാണാൻ പറ്റും. അത് വെച്ചിട്ട് ഇത് നോക്കി എത്ര പേരുടെ ജീവിതമാർഗമാണ് ഇന്നത്തെ ഈ ഒരു മഴ കാരണം സാധാരണക്കാരന്റെ എല്ലാം ഇടങ്ങേറായിരിക്കണം. അവിടെ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ആ പാലത്തിന്റെ ഗ്യാപ്പ് വേണ്ട. ഇത് ശരിക്കും വലിയൊരു ജംഗ്ഷനായിരുന്നു. വെള്ളം വന്ന് പോകാനുള്ള ഒരു ജംഗ്ഷനായിരുന്നു. അതിപ്പോ വെള്ളം പോകാനായിട്ട് ഒരു മീറ്റർ പോലും വീതിയില്ലാത്ത ചെറിയൊരു ഓട പോലെ ആക്കി വെച്ചേക്കണത്. കഴിഞ്ഞ മഴകളിലൊക്കെ ഇങ്ങനെ വെള്ളം കയറിയിരുന്നു. ചെറുതായിട്ട് കയറുമെങ്കിലും നമ്മുടെ ഈ ഡ്രൈനേജും മാർക്കറ്റും തമ്മിൽ ലെവൽ വ്യത്യാസമുണ്ട്. പക്ഷെ ആ ഒരു വ്യത്യാസം മാത്രമേ ഉണ്ടാവാറുള്ളൂ. മഴ പെയ്യുമ്പോൾ ചെറുതായിട്ട് വെള്ളം കയറുമെങ്കിലും താഴ്ന്നു പോകാറുണ്ട്. പക്ഷെ ഇത്രയും ഇത് ആദ്യമാണ്. ഈ വെള്ളം പോകാനുള്ള സംവിധാനം മെട്രോക്കാർ നശിപ്പിച്ചു വെച്ചേക്കാണ്. അതാണ് ഈ കാണുന്നത്. ഈ രീതിയിലാണ് ഇവിടെ ഈ ഒരു മഴ കാരണം മഴയിൽ വെള്ളം പോകുന്നത്. ഈ മെട്രോയുടെ ജോലികളൊക്കെ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട് കാക്കനാട് ഭാഗങ്ങളിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ജോലിയുടെ ഭാഗമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കാരണമാണ് ഇപ്പോൾ വെള്ളം വലിയ തോതിൽ ഇങ്ങോട്ട് ഒഴുകി വരുന്ന ഒരു സാഹചര്യമുണ്ട്. പല ഭാഗങ്ങളിലേക്കും റോഡുകളിലേക്ക് കയറുന്നുണ്ട്. അത് കാരണം തന്നെ ഈ ഒരു റോഡ് ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇവിടെ ഉള്ളത്. ഈ മാർക്കറ്റുകളിലൊക്കെ ആളുകൾ ഇപ്പോൾ മാർക്കറ്റ് സജീവമായി നിൽക്കുന്ന ഒരു സമയത്താണ് ഈ രീതിയിലുള്ള മഴയും അതുപോലെ തന്നെ വെള്ളക്കെട്ടും ഒക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇവരിപ്പോൾ
ഈ സാധനങ്ങൾ മാർക്കറ്റിൽ നിന്നുള്ള സാധനങ്ങൾക്ക് അവിടുന്ന് ഒഴിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കൂടുതൽ ഈ മഴ കനക്കുകയാണെങ്കിൽ, ഇന്നത്തെ ഒരു ദിവസം മഴ കനക്കുകയാണെങ്കിൽ വെള്ളം ഉയരാനുള്ള ഒരു സാധ്യതയും ഇവിടെ കാണുന്നുണ്ട്. ചേട്ടൻ മാർക്കറ്റിലേക്ക് വന്നാണോ? അല്ല, ഞാൻ മാർക്കറ്റിലെ പണിക്കാരനാണ്. എന്റെ സംശയപ്രകാരം മിക്കവാറും ആ സൈഡൊക്കെ ഇടിയാൻ ചാൻസ് ഉണ്ട്. ആ മിക്കവാറും ആ ഭാഗമൊക്കെ ഇന്ന് രാത്രി കൂടി ഇടിയാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇത് നോക്കാനും പിടിക്കാനൊക്കെ ആൾക്കാരില്ല. അവർക്ക് വാടക കിട്ടിയ കമ്മിറ്റിക്കാർക്കൊക്കെ ഈ മാർക്കറ്റിന്റെ ദയനീയാവസ്ഥ എല്ലാ ദിവസവും വരുന്ന ആൾക്കാരാണ്. സമയമില്ല. ഇതെന്താ എത്ര പണിക്കാർ, 10-25 കുടുംബക്കാർ ജീവിക്കുന്ന സ്ഥാപനം ഉണ്ടായില്ല. സാധനങ്ങളൊക്കെ കുറെയൊക്കെ വെള്ളത്തിൽ പോയി. പിന്നെ കൊടുക്കാവുന്ന ഓർഡറൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട് ഞങ്ങള്. എന്തൊക്കെ സാധനങ്ങൾ മാർക്കറ്റിൽ? ഞങ്ങളിൽ മീനുണ്ട്, പച്ചക്കറി ഉണ്ട്, കോഴിയുണ്ട്, ബീഫ് ഉണ്ട്, മട്ടൺ ഉണ്ട്, എല്ലാം ഉണ്ട്. ഈ രീതിയിൽ പല സാധനവും വെള്ളത്തിൽ പോയിട്ടുണ്ട്. വലിയ നഷ്ടം ഇവർക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മീനും ഇറച്ചിയും ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങൾ, പച്ചക്കറി ഉൾപ്പെടെയുള്ള പല സാധനങ്ങളും വെള്ളത്തിൽ പോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ വെള്ളം ഇങ്ങനെ കൂടുതൽ ഉയർന്നു വരികയാണെങ്കിൽ അത് ഇവിടെയുള്ള പ്രദേശവാസികൾക്ക് അല്ലെങ്കിൽ ഈ കച്ചവടക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. നഗരത്തിൽ ഇപ്പോൾ ഗതാഗത കുരുക്ക് രൂക്ഷമാകാണ്. കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഈ ഗതാഗത കുരുക്ക് വലിയൊരു പ്രശ്നമാണ്. കാരണം ഈ മഴ കൂടുന്നതിനനുസരിച്ച് വെള്ളം പല ഭാഗങ്ങളിലും ഉയരുന്നതിനും അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗങ്ങളിലൊക്കെ ഗതാഗത രൂക്ഷമാകാനും സാധ്യതയുണ്ട്. അത് ഈ കാക്കനാട് മേഖലകളിലൊക്കെ ഈ ഒരു പ്രശ്നം സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഇൻഫോ പാർക്ക് പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ആ ഭാഗങ്ങളിലൊക്കെ പോകുന്ന ഇപ്പോൾ ഈ ഒരു ജോലി സമയം നടക്കുകയാണ്, അവരുടെ വർക്കിംഗ് ടൈമാണ്. പക്ഷേ പലർക്കും കൃത്യസ്ഥലങ്ങളിലേക്ക് എത്താൻ പറ്റാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇതാണ് ഇപ്പോൾ കൊച്ചിയിലൊരു നിലവിലെ സ്ഥിതി. ഗതാഗത കുരുക്കും ഈ വെള്ളക്കെട്ടും അതുപോലെ ഉണ്ടാകുന്ന ഗതാഗത കുരുക്കും കൊച്ചിയുടെ ജനജീവിതത്തെ തന്നെ സ്തംഭിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. നികേഷ്, അഞ്ജലി കൂടി ചേരുന്നു കൊച്ചിയിൽ നിന്ന്. അഞ്ജലി, നേരത്തെ കലൂർ മുങ്ങിക്കിടക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പോഴും വെള്ളക്കെട്ട് തുടരുകയാണോ? അതെ നികേഷ്, ഞാനിപ്പോഴുള്ളത് കലൂർ സ്റ്റേഡിയത്തിൻ്റെ മുൻവശത്താണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും, വെള്ളക്കെട്ട് അതിരൂക്ഷമായിരിക്കുകയാണ്. വെള്ളം കയറി റോഡിൽ നിറയെ വെള്ളം കയറി, വാക്വേയിലേക്കൊക്കെ വെള്ളം കയറിയ ഒരു സാഹചര്യമാണുള്ളത്. അതായത് സാധാരണ ദിവസങ്ങളിൽ നിരവധി ആളുകളും വാഹനങ്ങളും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഈ കലൂർ സ്റ്റേഡിയത്തിൻ്റെ വശങ്ങൾ. പക്ഷേ രാവിലെ പെയ്ത മഴയിൽ, അതായത് രാവിലെ തൊട്ട് മണിക്കൂറുകളായിട്ടേ ഉള്ളൂ മഴയിൽ റോഡുകൾ പൂർണ്ണമായും മുങ്ങിയ ഒരു അവസ്ഥയാണുള്ളത്. ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നതാണ്. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ഇരുചക്ര വാഹനങ്ങളിലും കാൽനടയായി പോകുന്ന യാത്രക്കാരാണ്. പലരും ഇരുചക്ര വാഹനമുള്ള പലരും ഇപ്പോൾ ഈ മഴയിൽ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ വാഹനങ്ങൾ എടുക്കാതെ നടന്നു പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. കൊച്ചിയിൽ ഇത്തരത്തിൽ തുടർച്ചയായി കഴിഞ്ഞ ദിവസവും ഒക്കെ മഴയുണ്ടായിട്ടുണ്ട്. പക്ഷേ ആ മഴയിലൊന്നും വെള്ളം കയറാത്ത പല സ്ഥലങ്ങളാണ് ഇപ്പോൾ വെള്ളം കയറി ആകെ ബുദ്ധിമുട്ടായിരിക്കുന്നത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ഇരുചക്ര വാഹനങ്ങളിൽ പോകുന്ന ആളുകളും കാൽനടയിൽ പോകുന്ന ആളുകളാണ്. ഇവരൊക്കെ ഇപ്പോൾ വലിയ തിരക്കുള്ള ഈ ഒരു പ്രദേശത്ത് പോലും ആളുകളെ കാണാൻ കിട്ടുന്നില്ല. കാരണം എല്ലാവരും വീടുകളിൽ കയറിയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ കൂടുതൽ പ്രദേശങ്ങളിലേക്കും കഴിഞ്ഞ ദിവസം മഴ പെയ്ത് വെള്ളം കയറാത്ത പ്രദേശങ്ങളിലെല്ലാം ഇത്തവണ ഈ രാവിലെ പെയ്ത മഴയിൽ മണിക്കൂറുകളായിട്ടേ ഉള്ളൂ മഴ പെയ്യാൻ തുടങ്ങിയിട്ട്. പക്ഷേ ഈ മഴയിൽ ആകെ വെള്ളം കയറി ദുരിതത്തിലായിരിക്കുകയാണ്.